2016 ഓഗസ്റ്റ് 18 ഭരണപരിഷ്കാര കമ്മീഷനായി ചുമതലയേറ്റ VS അച്യുതാനന്ദന് 9 മാസം കഴിയുമ്പോഴും സർക്കാർ ശമ്പളം നിശ്ചയിച്ചിട്ട് പോലുമില്ല. VSന് ശമ്പളം, അലവൻസുകൾ തുടങ്ങി എന്തെല്ലാം സൗകര്യങ്ങളാണ് അനുവദിച്ചതെന്ന ചോദ്യത്തിന് ക്യാബിനറ്റ് പദവിയും സ്ഥാനവും നൽകിയിട്ടുണ്ടെന്നാണ് നിയമസഭയിലെ ചോദ്യത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി. VSന്റെ ശമ്പളം, മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ സംബന്ധിച്ച് പരിശോധിച്ചു വരുന്നുവെന്നാണ് പിണറായി വിശദീകരിച്ചത്. VSനെ കൂടാതെ ഭരണപരിഷ്കാര കമ്മീഷൻ അംഗങ്ങളുടെ ആനുകൂല്യ വിഷയവും സർക്കാരിന്റെ പരിഗണനയിലുണ്ടെന്നും മുഖ്യമന്ത്രി മറുപടി നൽകി. അതേസമയം VSനെ പോലെ ക്യാബിനറ്റ് പദവിയുള്ള മുഖ്യമന്ത്രിയും മന്ത്രിമാരും കൈപ്പറ്റിയ ശമ്പളവും യാത്രാപ്പടിയും അടക്കമുള്ള ചെലവുകളുടെ കണക്കുകൾ പിണറായി നിയമസഭയെ അറിയിക്കുകയും ചെയ്തു. പിണറായി വിജയൻ ശമ്പളം ഇനത്തിൽ കൈപ്പറ്റിയത് 3,48,236 രൂപയാണ്. അതിഥി സൽക്കാരത്തിൽ ഏറ്റവും മുന്നിൽ മുഖ്യമന്ത്രി തന്നെയാണ്. 15,19,248 രൂപയ്ക്കാണ് സൽക്കാരം നടത്തിയത്. മുഖ്യമന്ത്രി, മന്ത്രിമാരും കൂടി സൽക്കാരത്തിന് ആകെ ചെലവിട്ടത് 36,70,499 രൂപയാണ്. ഫോൺ വിളിക്ക് ഏറ്റവും കൂടുതൽ തുക ചെലവിട്ട മന്ത്രി AK ബാലൻ 1,60,200 രൂപയും മുഖ്യമന്ത്രി 1,59,581 രൂപയും ചെലവഴിച്ചു. യാത്രാപ്പടി വാങ്ങിയതിൽ മുന്നിൽ മന്ത്രി P. തിലോത്തമനാണ്. 6,42,692 രൂപ. ചരക്ക് സേവന നികുതി നടപ്പാക്കുന്ന ഈ വർഷം സംസ്ഥാനത്തിന് നികുതി വരുമാനം ഗണ്യമായി വർദ്ധിക്കുമെന്ന് ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് നിയമസഭയെ അറിയിച്ചു. നമുക്ക് ചുരുങ്ങിയതൊരു 3,000 കോടി രൂപയെങ്കിലും അധിക വരുമാനമായിട്ട് വരണമെന്നുള്ളതാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.